നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഗുരുവായൂർ ഉത്സവമൊക്കെ അടുത്ത് വരികയാണല്ലോ. അപ്പോൾ എനിക്ക് വന്നൊരു ചോദ്യമാണ്, ഗുരുവായൂർ ഉത്സവത്തിൻ്റെ കൊടിയേറ്റം എത്ര മണിക്ക് വന്നാലാണ് കാണാനായിട്ട് സാധിക്കുക, എവിടെ നിന്നാലാണ് കാണാനായിട്ട് സാധിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതേക്കുറിച്ച് പറയാം. കൊടിയേറ്റം നടക്കുന്നത് എന്താണെന്നൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 28-ാം തീയതി ശനിയാഴ്ച രാത്രിയാണ് ഉത്സവം കൊടിയേറുന്നത് കേട്ടോ. അത് കുംഭമാസത്തിലെ പൂയ നക്ഷത്രത്തിലാണ്. പൂയ നക്ഷത്രം രാത്രിയിൽ എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് ഉത്സവം കൊടിയേറുക. ഇനി എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ഏകദേശം ഒരു 8 മണിക്കായിട്ട് എത്തിക്കോളും. ഇനി എവിടെ നിന്നാലാണ് കാണാൻ സാധിക്കുക എന്നും കൂടെ ഒരു ചോദ്യമുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമുക്ക് അത്യാവശ്യം വ്യക്തമായി കാണാൻ സാധിക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ പറയണത്. അതിലൊന്ന് ചുറ്റമ്പലത്തിനകത്താണ്. ആ ഭഗവതിക്കെട്ടിന് മുന്നിലായിട്ട് കൊടിമരത്തിന് അഭിമുഖമായിട്ട് നിൽക്കുക. അപ്പോൾ കൊടിമരത്തിൻ്റെ ആ താഴെയുള്ള ഭാഗവും മുകളറ്റും അവിടെ നിന്ന് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. കൊടി കയറുന്ന സമയത്തും പിന്നെ കൊടി കയറി കഴിഞ്ഞിട്ട് ആ കൊടിക്കൂറ പാറുന്നതും അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാട്ടോ. നന്നായിട്ട് ഭക്തജനങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും, നല്ല തിരക്കുണ്ടായിരിക്കും അവിടെ ഈ ഒരു കൊടിയേറ്റം കാണാനായിട്ട്. പിന്നെ ഒന്ന് കിഴക്കേ നടക്കിലാണ്, ക്ഷേത്രത്തിന് പുറത്ത് ആ ദീപസ്തംഭം ഉണ്ടല്ലോ, അതിന് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ കാണാം. ഇപ്പോൾ വീഡിയോയ്ക്ക് അനുമതിയൊന്നുമില്ല. അനുമതിക്ക് ഉണ്ടായിരുന്ന സമയത്ത് വിഷ്ണു ക്യാമറയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ കൂടെ അവിടെ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ കൊടി കയറുന്നത് കാണാൻ പറ്റും. ഒരു 4 അടി പിറകിലോട്ട് മാറിക്കഴിഞ്ഞാൽ കൊടിമരത്തിൻ്റെ മുകളറ്റവും കാണാം. പിന്നെ ഒന്ന് നമുക്ക് നിൽക്കാൻ സാധിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ തെക്കേ ഭാഗത്ത് കൂവളമരം ഉണ്ടല്ലോ, ആ ഭാഗത്താണ്. അവിടെ നിന്ന് നോക്കിയാലും കൊടിമരത്തിൻ്റെ ആ ഒരു മുകളറ്റം കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ എവിടെയൊക്കെ നിന്നാലാണ് ആ കൊടിമരം കാണുക അവിടെയൊക്കെ ഭക്തജനങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. കാരണം ഈ കൊടിയേറുന്നത് കാണാൻ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഭക്തർക്ക്, ഗുരുവായൂർക്കാർക്കൊക്കെ പ്രത്യേക സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എവിടെയൊക്കെ നിന്നാൽ കൊടിമരത്തിൻ്റെ ആ ഒരു അഗ്രഭാഗം കാണാനായിട്ട് സാധിക്കണോ അവിടെയൊക്കെ നന്നായിട്ട് ഭക്തജനങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക കേട്ടോ. അങ്ങനെ 28-ാം തീയതി ഉത്സവം കൊടിയേറിക്കഴിഞ്ഞാൽ പിന്നെ മാർച്ച് 9-നാണ് ആറാട്ട്. അപ്പം ഇത്രയും ദിവസങ്ങൾ ശരിക്കും ഒരു ഉത്സവ ലഹരിയിൽ തന്നെയായിരിക്കും. അത്രയധികം ആഘോഷങ്ങളൊക്കെയാണ് നടക്കുക. അപ്പോൾ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നോളൂ, കൊടിയേറ്റം കാണാനായിട്ട് എല്ലാവരും എത്തിക്കോളും.